നിലവിളികളുടെ പെരുമഴയിലും പെയ്തിറങ്ങുന്ന സംഗീതം പോലെ ദൈവത്തിൻ്റെ തുയിലുണർത്ത് പാട്ടായ ക്രിസ്തുമസ് സമാഗതമായി. ദൈവ തേജസ് നമ്മെ ചുറ്റുമിന്നുന്നു. അഭൗമ ശാന്തിയുടെ ലാവണ്യം ഹൃദയങ്ങളിൽ നിറയുന്നു. രാവുകളെ പകലുകളാക്കുന്ന ശിശുവിൻ്റെ പുഞ്ചിരി സമസ്ത ലോകത്തിനും പ്രകാശം വിതറുന്നു. അതെ, ഒരിക്കൽ കൂടി ക്രിസ്തുമസിൻ്റെ ദിവ്യപ്രകാശം ഉൾക്കൊള്ളുവാൻ, സ്നേഹപ്രകാശം പങ്കുവയ്ക്കുവാൻ നാം ഒത്തുചേർന്നിരിക്കുന്നു. മർത്യനെ നിത്യനാക്കുന്നവൻ, നിത്യനായവൻ മർത്യനായി അവതരിച്ച പുണ്യരാത്രിയുടെ പുണ്യം നുകർന്നുകൊണ്ട് സർവജനത്തിനുമുള്ള സന്തോഷത്തെ നാം ഇന്ന് ഏറ്റുപാടുകയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് വാനദൂത സംഘം അന്ന് പാടിയ പാട്ട് ഇന്ന് ഈ ഗ്ലോറിയ 2020 പുനരാവിഷ്കരിക്കുന്നു. റാന്നി പെരുന്നാട് ബദേൽ മാർത്തോമ ഇടവകയോട് ചേർന്ന് യുവജന സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഗ്ലോറിയ 2020 ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ലത്തീൻ ഭാഷയിൽ എഴുതപ്പെട്ട് പിന്നീട് നിരവധി ഭാഷയിലേക്ക് തർജിമ ചെയ്ത ഓ കം ഓൾ യീ ഫെയ്ത്ത്ഫുൾ എന്ന ഗാനം നമുക്കായി ആലപിക്കുന്നു ഇടവക ഗായക സംഘം. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി ശാഖാ യുവജന സഖ്യം വൈസ് പ്രസിഡന്റ് ശ്രീ ജിതിൻ മാത്യു ജേക്കബിനെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പരമപിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളുടെ ദേശമാകമാനം ദൈവമേ മഹാരോഗത്തിന് പ്രയാസം അനുഭവിക്കുന്ന ഈ സമയത്ത് കർത്താവെ ഞങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷിക്കാനൊക്കെ നീ സഹായിച്ച് കൃപയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളായിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് കർത്താവെ നിന്നെ സ്തുതിപ്പാൻ, കർത്താവെ നിന്റെ തിരുദിനത്തെ ഘോഷിപ്പാൻ നീ ഞങ്ങളെ അനുവദിക്കുന്നുവല്ലോ ദൈവമേ. കർത്താവെ, ഞങ്ങളുടെ ഇടവകയുടെ കർത്താവെ ഈ ക്രിസ്മസ് ആഘോഷത്തിനും കർത്താവെ ഏറ്റവും അനുഗ്രഹമായി തിരുവന്തക്കൊണ്ട് നീ സഹായിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവം ഇന്നത്തെ ഈ പ്രോഗ്രാമുകളെല്ലാം ഏറ്റവും അനുഗ്രഹമായിരിക്കണമേ. ഈ ക്രിസ്മസ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും ദൈവമേ. ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളെ കർത്താവെ അനുഗ്രഹിച്ചാട്ടെ, ഞങ്ങളുടെ ദേശത്തെ നീ അനുഗ്രഹിച്ചാട്ടെ ദൈവമേ. ഈ രോഗത്തിൻ്റെ പ്രയാസങ്ങൾ ഏറ്റവും വേഗത്തിൽ മാറി കർത്താവെ ദേശത്ത് കർത്താവിൻ്റെ അടിയങ്ങൾക്ക് സന്തോഷിപ്പാൻ
കർത്താവിൻ്റെ തിരുജനത്തെ ഘോഷിപ്പാനൊക്കെ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു ക്രിസ്മസും പുതുവത്സരവും ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ജീവൻ യേശു തമ്പുരാന്റെ നാമത്തിൽ പ്രാർത്ഥന ദയുണ്ടാക്കി കേൾക്കുമാറാകണമേ. ആമേൻ. വന്നു ചേർന്ന ഏവരെയും സ്വാഗതം ചെയ്യുന്നതിനായി ഇടവകയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ റെനി ഫിലിപ്പിനെ ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയനായ ഹൈഫന്യ തോമസ് മാർ തീമോത്തിയോസ് തിരുമേനി, ഇടവക വികാരി സന്തോഷ് തോമസ് അച്ഛൻ, ഈ കരോൾ സർവീസിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, സമാനതകൾ ഇല്ലാത്ത COVID-19 എന്ന മഹാമാരി കഴിഞ്ഞ 10 മാസക്കാലമായി ലോകം മുഴുവൻ വളരെ പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഇതിനെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയട്ടെ. കോവിഡുമായി പൊരുത്തപ്പെട്ട ജീവിത ശൈലികൾ രൂപപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ മഹാമാരിയെ അതിജീവിക്കുവാനുള്ള ദൈവകൃപ നമുക്ക് ഏവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കരോൾ സർവീസ് നടത്തുവാൻ സാധിക്കാത്തതിനാൽ സൂം പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു കരോൾ സർവീസ് ക്രമീകരിച്ച് അവതരിപ്പിക്കുവാൻ ബഹുമാനപ്പെട്ട സന്തോഷ് അച്ഛനും യുവനസംഘം പ്രവർത്തകരും വളരെയധികം പ്രയത്നിച്ചു. ഇടവയുടെ പ്രാർത്ഥനയും ആശംസയും ഈ സമയം ബഹുമാനപ്പെട്ട അച്ഛനെയും സഖ്യം പ്രവർത്തകരെയും അറിയിച്ചു കൊള്ളുന്നു. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ഈ മീറ്റിങ്ങിൽ നമുക്ക് ക്രിസ്മസ് സന്ദേശം നൽകുന്നത് നമ്മുടെ ഭദ്രാസ അധിപനായ ഐഫന്യ തോമസ് മാർ തീമോത്തിയോസ് തിരുമേനിയാണ്. 2 ഭദ്രാസനങ്ങളുടെ ചുമതലയും വളരെയധികം തിരക്ക് ഉള്ള ഈ സമയങ്ങളിൽ ഐഫന്യ തിരുമേനി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ക്രിസ്മസ് സന്ദേശം നൽകുവാൻ തയ്യാറായതിലുള്ള സന്തോഷവും ഈ കരോൾ സർവീസിലേക്ക് ഐഫന്യ തിരുമേനിയെ വളരെയധികം ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ കരോൾ സർവീസ് അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട സന്തോഷ് അച്ഛനാണ്. ഇതിനു വേണ്ട എല്ലാ ക്രമീകരണവും യുവനസഖ്യാംഗങ്ങളെ ഉൾപ്പെടുത്തി അച്ഛൻ വളരെ ഭംഗിയായി നിർവഹിച്ചു. കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി നമ്മുടെ ഇടവയ്ക്ക് ലഭിക്കുന്ന അച്ഛൻ്റെ നേതൃത്വം ശുശ്രൂഷയും ഏറ്റവും ധന്യവും ശ്രേഷ്ഠവുമാകുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെയും കൊച്ചമ്മയെയും മക്കളെയും ഈ കരോൾ സർവീസിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ക്രിസ്മസ് കരോൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് കരോൾ ഗാനങ്ങളാണ്. മനോഹരമായി ഗാനങ്ങൾ ആലപിക്കുന്ന ഇടവകയുടെ കൊയർ അംഗങ്ങളെ ഹാർദവമായി ഈ കരോൾ സർവീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കരോൾ സർവീസിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന യുവസഖ്യം സൺഡേ സ്കൂൾ, കപ്പക്കാട് ഇടവകയിലെ സൺഡേ സ്കൂൾ അംഗങ്ങൾ എന്നിവരെ വളരെ സന്തോഷത്തോടുകൂടി ഈ കരോൾ സർവീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കരോൾ സർവീസിൽ പങ്കെടുക്കുന്ന ഈ ഇടവകയിലെ എല്ലാ അംഗങ്ങൾ, കപ്പക്കാട് യെരുശലേം മർത്തോമ ഇടവകയിലെ പ്രിയപ്പെട്ടവർ, ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ ഇടവയുടെ നാമത്തിൽ ഏവരെയും അറിയിക്കുന്നു. സർവലോകത്തിൻ അതിനായകൻ, നിത്യജീവനിൻ ദായകൻ, അഖിലാണ്ടത്തിൻ പരിപാലകൻ, ദൈവത്തിൻ്റെ ഏകജാതൻ്റെ ജനനം. മനോഹരമായ ഗാനം ആലപിക്കുവാനായി ഇടവക ഗായക സംഘത്തെ ക്ഷണിക്കുന്നു.
ഗാനമാലപിച്ച ഗായക സംഘത്തോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവവചനത്തിനായി നമുക്ക് കാതോർക്കാം. ഒന്നാം പാഠവായനയ്ക്കായി മിസ്റ്റർ റൂബി മാത്യുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒന്നാം പാഠഭാഗമായി യെശയ്യാപ്രവാചന പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 16 വാക്യങ്ങൾ. യെശയ്യാപ്രവചനം 11:1 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോഭക്തിയുടെയും ആത്മാവ് തന്നെ. അവൻ്റെ പ്രമോദം യഹോഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്ന പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവികൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തൻ്റെ വായ് എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും, തൻ്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. നീതി അവൻ്റെ നടുക്കെട്ടും വിശ്വസ്തത അവൻ്റെ അരക്കച്ചയുമായിരിക്കും. ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും ബാലസിംഹങ്ങളും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും, പശു കരടിയോടുകൂടെ മേയും. അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാളയെന്ന പോലെ വൈക്കോൽ തിന്നും. മുല കുടിക്കുന്ന ശിശു സർപ്പത്തിൻ്റെ പൊത്തിങ്കൽ കളിക്കും. മുലുകുടി മാറിയ പൈതൽ അണിലയുടെ പൊത്തിൽ കൈയിടും. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കിയാൽ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും. അവൻ്റെ വിശ്രാമസ്ഥലം മഹത്വമുള്ളതായിരിക്കും. അന്നാളിൽ കർത്താവ് തൻ്റെ ജനത്തിന് ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും മിസ്രൈമിൽ നിന്നും പത്രോസിൽ നിന്നും കൂശിൽ നിന്നും ഏലാമിൽ നിന്നും ശിനാരിൽ നിന്നും ഹാമാത്തിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ 2-ാം പ്രാവശ്യം കൈനീട്ടും. അവൻ ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി ഇസ്രായേലിൻ്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദയുടെ ചിതറിപ്പോയവരെ ഭൂമിയുടെ 4 ദിക്കുകളിൽ നിന്ന് ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും. എഫ്രൈമിൻ്റെ അസൂയ നീങ്ങിപ്പോകും,
യഹൂദയെ അസഹ്യപ്പെടുത്തുന്നവർ ഛേദിക്കപ്പെടും. എഫ്രൈം യഹൂദയോട് അസൂയപ്പെടുകയില്ല, യഹൂദ എഫ്രൈമിനെ അസഹ്യപ്പെടുത്തുകയുമില്ല. അവർ പടിഞ്ഞാറ് ഫിലിസ്ത്യരുടെ മലഞ്ചലിന്മേൽ ചാടും, കിഴക്കുള്ളവരൊക്കെയും കൊള്ളയിടും. ഏദോമിന്മേലും മോവാബിന്മേലും കൈവയ്ക്കും, അമ്മോന്യർ അവരെ അനുസരിക്കും. യഹോവ മിസ്രയീം കടലിൻ്റെ നാവിന് ഉന്മൂലനാശം വരുത്തും. അവൻ ഉഷ്ണക്കാറ്റോടുകൂടെ നദിയുടെ മീതെ കൈ ഓങ്ങി അതിനെ അടിച്ച് 7 കൈവഴികളായി ചെരുപ്പ് നനയാതെ കടക്കുമാറാക്കും. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട നാളിൽ ഇസ്രയേലിന് ഉണ്ടായിരുന്ന പോലെ അശൂരിൽ നിന്ന് അവന്റെ ജനത്തിൽ ശേഷിക്കുന്ന ശേഷിപ്പിന് ഒരു പെരുവഴി ഉണ്ടാകും. പ്രകാരം 16-ാം വാക്യം വരെ 1-ാം പാഠഭാഗം. കുഞ്ഞുങ്ങൾ ഇപ്പോഴും ആനന്ദം പകരുന്നവരാണ്. മനോഹരമായ നൃത്തച്ചുവടുകളുമായി നമ്മുടെ മുൻപിലേക്ക് എത്തുന്നു സൺഡേ സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ. ഏറ്റവും സ്നേഹത്തോടെ അവരെ ക്ഷണിക്കുന്നു. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. മനോഹരമായ നൃത്തച്ചുവടുകളുമായി നമ്മുടെ കണ്ണുകളെ സന്തോഷിപ്പിച്ച കൊച്ചുകൂട്ടുകാരോടുള്ള നന്ദി അറിയിക്കുന്നു. രണ്ടാം പാഠം വായിക്കുന്നതിനായി ശ്രീമതി സുജ എബ്രഹാമിനെ ക്ഷണിക്കുന്നു. രണ്ടാം പാഠഭാഗമായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 2-ാം അധ്യായം 1 മുതൽ 14 വരെ. ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന് ഔഗസ്തോസ് കൈസരുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറേനിയസ് സുറിയനാട് വാഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തൽ ഉണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താന്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസേഫും ദാവീദിന്റെ ഗൃഹത്തിലും കുലത്തിലുമുള്ളവൻ ആകൊണ്ട്
തനിക്ക് വിവാഹം നിശ്ചയിച്ചിട്ടുള്ള മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രത്ത് പട്ടണം വിട്ടു. യഹൂദിയിൽ ബേത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദിജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായികയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റുമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇവിടെ പാഠഭാഗം അവസാനം. നമ്മുടെ ഇടവകയെ ഈ നാളിൽ ശക്തമായി നയിക്കുകയും രാപ്പകലില്ലാതെ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്ന ഇടവക വികാരി റവറൻറ്റ് സന്തോഷ് തോമസ് അച്ഛൻ്റെ പങ്ക് എടുത്ത് പറയേണ്ടതാണ്. ഇന്ന് ഈ കാരൽ സന്ധ്യയിൽ അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുന്നതിനായി റവറൻറ്റ് സന്തോഷ് തോമസ് കശീഷായെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മനോഹരമായ ഈ ക്രിസ്തുമസ് സന്ധ്യയെങ്കിൽ മുഖ്യ സന്ദേശം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന അഭിമന്യ തിമത്തിയോസ് തിരുമേനി മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് ഈ സന്ധ്യയെ അതിമധുരമാക്കി തീർക്കുന്ന ഇടവക കൊയർ, വ്യത്യസ്തമായ കലാപരിപാടികൾ അവതരിപ്പിച്ച് ഈ സന്ധ്യയെ അതിധന്യമാക്കി തീർക്കുന്നതായ പ്രിയപ്പെട്ടവർ, ഈ ദേശത്തും മറ്റ് ദേശങ്ങളിലുമായി ഈ ക്രിസ്മസ് സന്ധ്യയിൽ പങ്കെടുക്കുന്നതായ പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹ വന്ദനം അറിയിച്ച് കൊള്ളുന്നു. ഗ്ലോറിയ 2020 എന്ന പേരിൽ ഈ വർഷവും ഇടവകയായി നമുക്ക് കരോൾ സന്ധ്യ സംഘടിപ്പിക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഒരുപക്ഷെ ഈ ഒരു ഡിസംബർ മാസം മറ്റ് എല്ലാ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കരോൾ ഗായക സംഘത്തിൻ്റെ ഭവന സന്ദർശനങ്ങളില്ലാതെ ഇടവക അംഗങ്ങൾ എല്ലാവരും ദേവാലയത്തിൽ ഒത്തുകൂടാത്തതായ ഒരു വർഷമായി തീർന്നിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലവും അങ്ങനെയായിത്തീരുന്നതായ സാഹചര്യങ്ങളുമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. അതൊരു പക്ഷേ ഈ ഇടവകയുടെ മാത്രമല്ല, സഭയുടെ മാത്രമല്ല, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കരോൾ സന്ധ്യകൾ, ഒരു ക്രിസ്മസ് ദിനങ്ങൾ നമുക്ക് നൽകപ്പെട്ടത്. പുതിയ കാലത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പുതിയ സാമൂഹിക ക്രമങ്ങൾ കൊറോണ വൈറസിൻ്റെ അതിവ്യാപനം മൂലം ഇവിടെ രൂപപ്പെടുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയതായ നല്ല കാലങ്ങളും ക്രിസ്മസിൻ്റെ സന്തോഷങ്ങളുമൊക്കെ തന്നെ മറ്റൊരു രീതിയിൽ ആസ്വദിക്കുവാനും ക്രിസ്മസ് ആരാധനയിൽ പങ്കെടുക്കുവാനുമൊക്കെ നമുക്ക് ഇടയാകുന്നു എന്നുള്ളതും ഒരുപക്ഷെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ളതായ മുഖാന്തരമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകണം. ഒരു വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിക്കുകയാണ്. ഒരുമിച്ച് കൂടുവാനുള്ളതായ സാഹചര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് വ്യത്യസ്തമായ ഇടങ്ങളിലൊക്കെ നമ്മൾ ആയിത്തീരുവാനായി ഈ സാമൂഹ്യ ക്രമങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സാമൂഹിക അകലം പാലിക്കുവാനായി നമ്മെ നിർബന്ധിക്കപ്പെടുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
സഭ പഠിപ്പിക്കുന്നത് ചേർന്നിരിക്കുവാനായിട്ടാണ്. കർത്താവ് നമ്മെ പഠിപ്പിച്ചത് ചേർന്നിരിക്കുവാനായിട്ടാണ്. എന്നാൽ ഈ കാലഘട്ടം പറയുന്നു ചേർന്നിരിക്കുന്നത് നമ്മുടെ സുരക്ഷിതത്വത്തിന് നല്ലതല്ല, അകന്നിരിക്കണം എന്ന്. ചിലപ്പോൾ ചില കാലങ്ങളിൽ ആ അകലവും ഒരുപക്ഷെ നമ്മുടെ നന്മയ്ക്കായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനതയുടെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ അവരുടെ ചരിത്രത്തിൽ ഇരുൾ നിറഞ്ഞതായ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പ്രതീക്ഷകൾ എല്ലാം അസ്തമിച്ച് പ്രത്യാശയില്ലാതെ ജീവിച്ചതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. രാഷ്ട്രീയമായും സാമൂഹികമായും അടിമത്തം അനുഭവിച്ചതായ ഒരു ജനത അവരുടെ പ്രതീക്ഷകളും അവരുടെ സ്വാതന്ത്ര്യങ്ങളുമൊക്കെ നഷ്ടപ്പെട്ട് അവർ ജീവിച്ചപ്പോഴും അവരുടെ ഉള്ളിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പ്രകാശമുണ്ടായിരുന്നു. ഈ കഴിയുന്നതായ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് പ്രകാശത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് അവരെ മോചിപ്പിക്കുവാനായി ഒരു മശിഹ, ദൈവം അയക്കപ്പെടുന്നതായ ഒരു മശിഹ വരും എന്നുള്ളത്. ആ ഇരുണ്ട കാലഘട്ടത്തിലും തകർന്ന ജീവിത സാഹചര്യത്തിലും അടിമത്തമായ ജീവിതത്തിൻ്റെ ചുറ്റളവിലുമൊക്കെ മുന്നോട്ട് ജീവിക്കുവാനായിട്ട് അവരെ പ്രേരിപ്പിച്ചതായ ഒരു ബലം എന്ന് പറയുന്നത് ആ പ്രതീക്ഷയാണ്. ഒരു മശിഹ വരും. ഇരുണ്ടതായ കാലഘട്ടത്തിൽ നിന്ന് പ്രകാശത്തിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് ഈ ദേശം മാറ്റപ്പെടുന്നതായ, ജനത മാറ്റപ്പെടുന്നതായ ഒരു കാലത്തെക്കുറിച്ച് അവർക്ക് സ്വപ്നം കണ്ടിരുന്നു. പ്രിയമുള്ളവരെ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മളെല്ലാം ഇരുണ്ട കാലഘട്ടത്തിൽ ജീവിക്കുകയാണ്. എല്ലാ മേഖലകളിലും ധാർമ്മികത നഷ്ടപ്പെട്ടതായ, മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ അവകാശങ്ങളൊക്കെ നഷ്ടപ്പെട്ടതായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. കൊറോണ വൈറസിൻ്റെ അതിവ്യാപനം നമ്മുടെ സാമൂഹികമായ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തി. രാഷ്ട്രീയമായ അരക്ഷിതാവസ്ഥയും മതമൗലികവാദവും ഒക്കെ അധികമായി വർദ്ധിക്കുന്നതായ ഒരു കാലഘട്ടം നമ്മൾ ജീവിക്കുമ്പോൾ അതിനെ ഇരുണ്ട കാലഘട്ടമെന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മളെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിരാശപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കൊക്കെ ഉണ്ടായിരുന്നതായ പ്രതീക്ഷയുടെ രാഷ്ട്രീയ മേഖലകളിൽ, സാമൂഹ്യ മേഖലകളിൽ, മതപരമായ ആത്മീക മേഖലകളിലൊക്കെ നമുക്കുണ്ടായിരുന്ന പ്രതീക്ഷകളൊക്കെ അമ്പേ നഷ്ടപ്പെട്ടതായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം നമ്മുടെ മുന്നിൽ ഓർമ്മിപ്പിക്കപ്പെടുന്നു. ഈ ഇരുണ്ടതായ കാലയളവ് വിട്ടുമാറി പ്രകാശത്തിൻ്റെ, പ്രതീക്ഷയുടെ ഒരു കാലഘട്ടം ഉണ്ട് എന്നുള്ളതാണ്. ഓരോ ക്രിസ്തുമസും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതുതന്നെയാണ്. കർത്താവിൻ്റെ തിരുജന്മത്തോടനുബന്ധിച്ച് നാം കാണുന്നതായ സംഭവങ്ങളിലൊക്കെ തന്നെ നിരാശയുടെയും ഭീതിയുടെയും നടുവിൽ കഴിഞ്ഞതായ ഒരു ജനതയ്ക്ക് പ്രതീക്ഷ നൽകുന്ന, ബലം നൽകുന്ന, ധൈര്യം നൽകുന്നതായ ഒരു ജീവിത ക്രമത്തിലേക്കുള്ള മാറ്റപ്പെടലുണ്ട്. നമുക്കും ഈ ക്രിസ്തുമസ് നൽകുന്നത് ആ മാറ്റപ്പെടലാണ്. ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് പ്രകാശത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് ഒരു യാത്ര നമുക്കിനിയും സാധ്യമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ ഒരു കാലഘട്ടമുണ്ട്. ആ സംഭവമാണ് ക്രിസ്തു സംഭവത്തിലൂടെ, കർത്താവിൻ്റെ തിരുജനനത്തിൻ്റെ ഓർമ്മയെ കൊണ്ടാടുന്നതിലൂടെ ദൈവവചനം നമ്മോട് സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ നിലനിന്നതായ സാമൂഹ്യ ക്രമങ്ങളൊക്കെ മാറ്റപ്പെട്ടു. ഒരുപക്ഷെ നമുക്കറിയാം, സാധാരണയായി ഈ ക്രിസ്തുമസ് രാത്രി എന്ന് പറയുന്നത്, കരോൾ സർവീസിന് വേണ്ടി ഒരുമിച്ച് കൂടുന്നത് നമ്മുടെ ഈ ദേവാലയത്തിൽ നിലവിൽ ഈ ദേശത്ത് വസിക്കുന്നവരാണ് താല്പര്യപൂർവ്വം ഇതിൽ സംബന്ധിക്കുന്നത്. എന്നാൽ മാറ്റപ്പെട്ടതായ ഒരു സാമൂഹ്യ ക്രമത്തിൽ ഈ ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ ഈ കരോൾ സർവീസ് നമ്മൾ ലൈവ് സ്ട്രീം ചെയ്യപ്പെടുമ്പോൾ ഇപ്പോഴിവിടെയുള്ള ഇടവാംഗം മാത്രമല്ല, തങ്ങളുടെ ജീവിത ക്രമമായിട്ട് ബന്ധപ്പെട്ട് ഉപജീവനത്തിന് വേണ്ടി ഈ ദേശം വിട്ട് രാജ്യത്തിനകത്തും രാജ്യത്തിന് വെളിയിലുമായി ജീവിക്കുന്ന എല്ലാവർക്കും നമ്മോടൊപ്പം ഒരുപോലെ പങ്കുചേരുവാനായിട്ട് സാധിക്കുന്നു. അത് മറ്റൊരു തരത്തിൽ സന്തോഷത്തിൻ്റെ അനുഭവമാണ്. പ്രിയമുള്ളവരെ,
ക്രിസ്തുമസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രതീക്ഷയുടെ അനുഭവമാണ്. പ്രതീക്ഷയിലേക്ക് നമ്മെ വിളിക്കപ്പെടുന്നതാണ്. നിരാശ മാറി, ഇരുണ്ട ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും മാറി പ്രകാശത്തിലേക്ക് നമുക്ക് ഇനിയും നടന്നെടുക്കുവാനായി സാധ്യമാകും എന്ന് നമ്മെ ബോധിപ്പിക്കുന്നതായ ഒരനുഭവം ഈ ക്രിസ്തുമസിലൂടെ അത് സാധ്യമാകട്ടെ. കൊറോണ വൈറസിൻ്റെ അതിവ്യാപനം നമ്മുടെ ജീവിതത്തിൻ്റെ ചില വ്യത്യസ്തമായ ഇടങ്ങൾ, നിരാശകൾ നമുക്ക് സമ്മാനിക്കപ്പെടുമ്പോൾ ഈ ക്രിസ്തുമസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഇത് പ്രതീക്ഷയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഇരുണ്ട കാലങ്ങൾ മാറി പ്രത്യാശാപൂർണമായ ഒരു കാലഘട്ടത്തിന് നമ്മെ ഒരുക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ വലിയ സന്ദേശമാണ് എന്ന ബോധം നമ്മെ ഭരിക്കട്ടെ. കൂടി വന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യപ്പെടുകയും അതോടൊപ്പം എല്ലാവരെയും അനുഗ്രഹീതമായ ഒരു ക്രിസ്തുമസ് ആശംസിക്കുകയും പുതുവത്സരം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. അധ്യക്ഷ പ്രസംഗം നിർവഹിച്ച ഇടവക വികാരിയോടുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ജെറുസലേമിൻ നായകനെ വാഴ്ത്തുവീൻ. മനോഹരമായ ഒരു ഗാനവുമായി നമ്മുടെ കാതുകൾക്ക് കുളിർമ പകരുവാനായി എത്തുന്നു ശ്രീ ജോമോനെ കോശി. ഗാനം ആലപിക്കുവാനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ജെറുസലേമിൻ നായകനെ വാഴ്ത്തുവിൻ, നിത്യമഹോന്നതനാഥനെ വാഴ്ത്തുവിൻ. ദൈവത്തിൻ പ്രിയജാതന് തപ്പൊടു തമ്പുരു വീണകളാൽ കീർത്തനങ്ങൾ പാടി വാഴ്ത്തുവിൻ. ദൈവത്തിൻ പ്രിയജാതന് തപ്പൊടു തമ്പുരു വീണകളാൽ കീർത്തനങ്ങൾ പാടി വാഴ്ത്തുവിൻ. കർണമനോഹര രാഗം പകരും ഗീതിയാൽ വാനവദൂതർ വാനിൻ സ്തുതികൾ പാടുന്നു. കർണമനോഹര രാഗം പകരും ഗീതിയാൽ വാനവദൂതർ വാനിൻ സ്തുതികൾ പാടുന്നു. വാനവരൊത്ത് മാനവരും ദൈവത്തിൻ തിരുസന്നിധിയിൽ ഹല്ലേലൂയ പാടി വാഴ്ത്തുവിൻ. വാനവരൊത്ത് മാനവരും ദൈവത്തിൻ തിരുസന്നിധിയിൽ ഹല്ലേലൂയ പാടി വാഴ്ത്തുവിൻ. ജെറുസലേമിൻ നായകനെ വാഴ്ത്തുവിൻ, നിത്യമഹോന്നതനാഥനെ വാഴ്ത്തുവിൻ. മഞ്ജുളമോഹന കീർത്തനം പാടിപ്പോകനാം രക്ഷകനാം ശ്രീ യേശുവിൻ സ്നേഹദൂതുമാ. മഞ്ജുളമോഹന കീർത്തനം പാടിപ്പോകനാം രക്ഷകനാം ശ്രീ യേശുവിൻ സ്നേഹദൂതുമാ. സുവിശേഷത്തിൻ സാക്ഷികളായി ലോകത്തിൻ പൊൻദീപമായി ഏകിടുവിന്നൽ ക്രിസ്തുവിൻ സന്ദേശം.
സുവിശേഷത്തിൻ സാക്ഷികളായി ലോകത്തിൻ പൊൻദീപമായി ഏകിടുവിന്നൽ ക്രിസ്തുവിൻ സന്ദേശം. ജെറുസലേമിൻ നായകനെ വാഴ്ത്തുവിൻ, നിത്യമഹോന്നതനാഥനെ വാഴ്ത്തുവിൻ. ദൈവത്തിൻ പ്രിയജാതന് തപ്പൊടു തമ്പുരു വീണകളാൽ കീർത്തനങ്ങൾ പാടി വാഴ്ത്തുവിൻ. ഗാനം ആലപിച്ച ശ്രീ ജോമോനെ കോശിയോടുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ സഹോദര ഇടവകയാണ് കപ്പക്കാട് ജെറുസലേം മർത്തോമ ഇടവക. അവരുടെ സാന്നിധ്യം നമുക്ക് ഏറെ സന്തോഷം പകരുന്നതാണ്. മനോഹരമായ നൃത്തച്ചുവടുകളുമായി നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്നു കപ്പക്കാട് ഇടവകയിലെ കൊച്ചുമിടുക്കി കുമാരി സിയാന സുനിൽ.
ഡാൻസ് അവതരിപ്പിച്ച കുമാരി സിയാന സുനിലിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഒന്നായി ഒരു മൗനമായി ഒഴുകാം ഒരു സ്വരമായി, കഥനങ്ങൾ പോക്കും സ്വാന്തന സ്വരമായി, മനോഹരമായ ഗാനം ആലപിക്കുവാനായി ഇടവക ഗായക സംഘത്തെ ക്ഷണിക്കുന്നു. ചിതറിയിടും മാനത്ത് മത്താപ്പുകത്തും പോലൊരു
ഗാനം ആലപിച്ച ഗായക സംഘത്തോടുള്ള നന്ദി അറിയിക്കുന്നു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ റാന്നി നിലയ്ക്കൽ ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ തിമത്യോസ് തിരുമേനി ഈ കാരൽ സർവീസിന് മുഖ്യ സന്ദേശം നൽകുന്നു. സുന്ദരമായ ജീവിതശൈലി കൊണ്ടും കർമ്മനിരതമായ ചുവടുവെപ്പുകൾ കൊണ്ടും സ്വത്വസിദ്ധമായ പുഞ്ചിരിയോടും കൂടെ ഭദ്രാസനത്തിന് കാലോചിതമായ നേതൃത്വം നൽകുന്ന തിരുമേനി സപ്തതിയുടെ നിറവിലാണ്. അജപാലന ശുശ്രൂഷയിൽ പൂർണ്ണമായി സമർപ്പിച്ച് സഭയ്ക്കും സമൂഹത്തിനും അഭിമന്യ തിരുമേനി നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ നിറവേറ്റുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം പെരുന്നാട് ബഥേൽ മാർത്തോമ ഇടവകയുടെയും കപ്പക്കാട് ജെറുസലേം മാർത്തോമ ഇടവകയുടെയും ആശംസകൾ അറിയിച്ചുകൊള്ളുന്നു. ഈ കാരൽ സന്ധ്യയിൽ മുഖ്യ സന്ദേശം നൽകി നമ്മെ അനുഗ്രഹിക്കുന്നതിനായി അഭിവന്യ തിരുമേനിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിൽ വാത്സല്യമുള്ളവരെയും ഇന്ന് നിങ്ങളോട് ഒരുമിച്ച് ഈ ക്രിസ്മസ് കരോൾ സർവീസിൽ ഒരു ചെറിയ സന്ദേശം പങ്കിടുവാൻ ഇടയായതിൽ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്മസിൻ്റെ സന്തോഷവും സമാധാനവും പുതിയ വത്സരത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും നേരുന്നു. ഓരോ വർഷവും നാം ക്രിസ്മസ് ആഘോഷിക്കുന്നത്. എന്താണ് ഈ ക്രിസ്മസ്? ക്രിസ്മസ് ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു ആഘോഷമാണ്. സൃഷ്ടാവായ ദൈവം മനുഷ്യനായി തീരുന്നതിലൂടെ ദൈവത്തെ നമ്മോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ദൈവം മനുഷ്യനായി അവതരിക്കുന്നു. സൃഷ്ടാവ് സൃഷ്ടിയായിത്തീരുന്ന വലിയൊരു ചരിത്ര സംഭവം. അതിലൂടെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കിയിരിക്കുകയാണ്. എന്നാൽ ഈ ക്രിസ്മസ് ആഘോഷം അർത്ഥവത്തായി തീരുന്നത് ഈ ദൈവത്തിൻ്റെ വലിയ സ്നേഹം നാം അനുഭവിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഈ സ്നേഹം അനുഭവിപ്പാൻ നമ്മൾ മുഖാന്തരമായി തീരുമ്പോഴാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ ഇതുമാത്രം ആളുകൾ ഏതെല്ലാം വിധത്തിൽ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും വേദനകളിലും സംഘർഷങ്ങളിലും ഒക്കെ കഴിയുന്നുണ്ട്. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷമാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ. നമ്മുടെ അയൽപക്കക്കാരൻ ഈ സന്തോഷം അനുഭവിക്കുന്നുണ്ടോ? നമ്മുടെ കൂട്ടുകാരൻ ഈ സന്തോഷം അനുഭവിക്കുന്നുണ്ടോ? ഇതര ഇടങ്ങളിൽ ഇന്ന് വളരെയധികം സംഘർഷപൂരിതമാണ്. വളരെയധികം സംഘർഷങ്ങളും വളരെയധികം വേദനകളും ഒക്കെ, പ്രത്യേകിച്ച് കോവിഡ്-19 വ്യാപന കാലയളവിൽ ഇതുമാത്രം ആളുകൾ വളരെയധികം വേദനയിലാണ്, ആശങ്കയിലാണ്. എന്നാൽ അവർക്ക് കൂടി ഇത് സന്തോഷം അർത്ഥവത്താക്കി തീർക്കുവാൻ തക്കവണ്ണം നമ്മൾ ആവത് ചെയ്യുമ്പോഴാണ് ക്രിസ്മസ് സന്തോഷഭരിതമായി തീരുന്നത്, ആഘോഷം അർത്ഥവത്തായി തീരുന്നത്. അതുകൊണ്ട് ഒന്നാമതായി എനിക്ക് പറയുവാനുള്ളത്, ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു ആഘോഷം നാം കൊണ്ടാടുമ്പോൾ ഈ ദൈവസ്നേഹം മറ്റുള്ളവർക്ക് അനുഭവിപ്പാൻ നാം ദൈവത്തിൻ്റെ കരങ്ങൾ മുഖാന്തരമായി തീരുന്നു. രണ്ടാമതായി, എന്താണ് ഈ സദ്വർത്തമാന ക്രിസ്മസിൻ്റെ രണ്ട് വാക്കുകളുള്ള പ്രസക്തം? ഒന്ന്, നമുക്കൊരു രക്ഷകൻ പറഞ്ഞിരിക്കുന്നു. രണ്ട്, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. ഇത് രണ്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ എൻകറേജിംഗ് ആണ്, പ്രോത്സാഹജനകമാണ്. പ്രതിസന്ധികളിലും വേദനയിലും പ്രയാസകരങ്ങളായ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഹിയർ ഈസ് എ സേവിയർ, ഇവിടെ ഒരു രക്ഷകനുണ്ട് എന്ന സദ്വർത്തമാനം, അത് സ്വാംശീകരിക്കുവാൻ, അത് നമ്മുടെ അനുഭവമായി തീരുവാനായിട്ട് കഴിയണം. അവിടെയാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു. അപ്പോൾ ഈ രക്ഷകനെ കൈക്കൊള്ളുമ്പോഴാണ് ഈ രക്ഷയുടെ അനുഭവക്കാരായി നമ്മളായി തീരുന്നത്. ഇതേ അനുഭവത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കുക, അത് ക്രിസ്മസ് നമുക്ക് നൽകുന്ന വലിയൊരു വെല്ലുവിളിയാണ്. രണ്ടാമതായി, ഇമ്മാനുവേൽ എന്നവർ പേര് വിളിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം നമ്മോടുകൂടെ. എവിടെയാണ് ദൈവം നമ്മോടുകൂടെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്? സമൃദ്ധിയുടെ അനുഭവങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ദൈവത്തെ അന്വേഷിക്കാൻ താല്പര്യം ഉണ്ടായി എന്ന് വരത്തില്ല. എന്നാൽ കോവിഡ്-19 പോലെയുള്ള വളരെ അസാധാരണമായ ജീവിത സാഹചര്യങ്ങളിൽ എൻ്റെ കൂടെ എൻ്റെ ദൈവം ഉണ്ടെന്നൊരു തിരിച്ചറിവ്, അവിടെയാണല്ലോ വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത്, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവം നമ്മോടുകൂടെ. എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു അദൃശ്യമായ ശക്തിയല്ല ദൈവം. നമ്മുടെ സാധാരണ ജീവിതാനുഭവങ്ങളിലൊക്കെ നമ്മോട് കൂടെയുള്ളൊരു ദൈവം. അതുകൊണ്ട് ഈ ക്രിസ്മസ് നമുക്ക് അർത്ഥവത്തായി തീരുന്ന ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ്
പ്രതിസന്ധികളും വേദനകളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. അവിടെയൊക്കെ ദൈവം നമ്മോടുകൂടെ എന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയണം. നമുക്ക് കഴിഞ്ഞാൽ മാത്രം പോരാ, ഇത് മറ്റുള്ളവർക്ക് അനുഭവമാക്കി എടുക്കുവാനായിട്ട് കഴിയണം. ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയാത്ത എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. അവർക്കൊക്കെ ഇതറിയുവാൻ നാം അവസരം ഒരുക്കി കൊടുക്കണം. മൂന്നാമതായി നമ്മൾ ഈ ഭാഗം പരിശോധിക്കുമ്പോൾ ദൈവം ചരിത്രത്തിൽ തൻ്റെ മനുഷ്യാവതാരത്തിന് വേണ്ടി എടുത്ത് ഉപയോഗിച്ചവരെല്ലാവരും അസാധാരണക്കാരായിരിക്കുക. ചരിത്രം ഉള്ളിടത്തോളം നാം ഓർക്കും ജോസഫിനെ മറിയെയും, നാം ഓർക്കും ആട്ടിടയന്മാരെ, നാം ഓർക്കും മുൻകൂട്ട്. എന്താ കാരണം? ദൈവത്തിൻ്റെ കാര്യങ്ങളിലായി കഴിഞ്ഞപ്പോൾ സാധാരണമായതിനെ അസാധാരണമാക്കുന്ന ഒരു ഡിവൈൻ ടച്ച്, അതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. നമുക്ക് തോന്നിയേക്കാം നമ്മളൊക്കെ വളരെ സാധാരണക്കാരാണ്, പക്ഷെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ദൈവത്തിന് നമ്മളെ അസാധാരണക്കാരാക്കി തീർക്കുവാൻ കഴിയും. പ്രൊവൈഡഡ് വി ആർ ഇൻ ഹിസ് ഹാൻഡ്സ്, വി ആർ ഇൻ ഹിസ് സൈറ്റ്. ദൈവദൃഷ്ടിയിൽ നാം ആയിത്തീരുമ്പോൾ സാധാരണക്കാരെ അസാധാരണക്കാരാക്കുന്ന വലിയൊരു സംഭവം. അത് മാത്രമല്ല, ദൈവമനുഷ്യനായതിലൂടെ മനുഷ്യത്വത്തിൻ്റെ ഒരു പൂർണ്ണമായ അംഗീകാരം. ഇന്ന് മനുഷ്യത്വം വികലമാക്കപ്പെടുന്ന എത്രയോ ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ കണ്ണു മുമ്പിലുണ്ട്. മനുഷ്യനാണോ എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഹീനമായി കഴിയേണ്ടി വരുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരിൽ ദൈവ സ്വഭാവം കാണുവാൻ, ദൈവത്തെ ദർശിക്കാൻ നമുക്ക് കഴിയണം. ദൈവമനുഷ്യനായി തീരുന്നതിലൂടെ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണത അത് നമുക്ക് വെളിവാക്കി തന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈനംദിന ജീവിതാനുഭവങ്ങളിൽ മറ്റുള്ളവരിലെ ദൈവസ്വഭാവം കണ്ടറിയുവാൻ, ദൈവത്തെ തിരിച്ചറിയുവാൻ നമുക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളിലൂടെ അത് നമുക്ക് അർത്ഥവത്തായി തീരുവാൻ, അത് സകല ജനത്തിൻ്റെയും ഒരു സന്തോഷമാക്കി തീർക്കുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ. അതിനായി ദൈവം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഒരിക്കൽ കൂടെ ക്രിസ്മസിൻ്റെ എല്ലാ സന്തോഷവും സമാധാനം പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായ സന്ദേശം കൊണ്ട് നമ്മെ ധന്യമാക്കിയ തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. മനോഹരമായൊരു ഗാനവുമായി നമ്മുടെ കാതുകൾക്ക് കുളിർമ പകരാനായി എത്തുന്നു മിസ് ഏഞ്ചൽ വർഗീസ്. ഗാനം ആലപിക്കുന്നതിനായി ഏഞ്ചലിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
ഗാനം ആലപിച്ച ഏഞ്ചൽ വർഗീസിനോടുള്ള നന്ദി അറിയിക്കുന്നു. മനോഹരമായ ഒരു ദൃശ്യ ആവിഷ്കാരവുമായി നമ്മുടെ മുമ്പിലെത്തുന്നു ഇടവക യുവജന സഖ്യം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം രൂപമായി, മാലാഖമാരും മനുഷ്യരും പ്രപഞ്ചവും ഉണ്ടായി. ആദ്യ മാതാപിതാക്കളായിരുന്നു ആദവും ഹവ്വയും. അവരുടെ മക്കളിൽ മൂത്തവരായിരുന്നു കായനും ആബേലും. കായൻ കൃഷിക്കാരനും ആബേൽ ആട്ടിടയനുമായിരുന്നു. നെറ്റിയിലെ വിയർപ്പൊഴുക്കി അവർ കാലയാപനം കഴിച്ചിരുന്നു. പക്ഷേ സാത്താൻ ഉറങ്ങിയില്ല, അവൻ ഇനി ഉറങ്ങുകയുമില്ല. തകർക്കും, ഞാൻ തകർക്കും. ഈ ലോകം മുഴുവൻ ഞാൻ തകർത്ത് തൈപ്പണമാക്കും. മനുഷ്യനെ മനുഷ്യനെതിരായും സഹോദരനെ സഹോദരനെതിരായും തിരിക്കും. അവരെ തമ്മിലടിപ്പിക്കും. എനിക്ക് തുറന്നിട്ടിരിക്കുന്ന മനുഷ്യ ഹൃദയങ്ങളിൽ ഞാൻ നരകത്തിന്റെ വിഷവിത്തുകൾ വിതയ്ക്കും. നരകം, നരകം, ഈ ഭൂമി ഞാൻ നരകമാക്കി മാറ്റും. ആദം, നിന്റെ സന്തതി പരമ്പരകളുടെ പിന്നാലെ ലോകാവസാനം വരെ ഞാൻ ഉണ്ടായിരിക്കും. ഞാൻ സാത്താൻ. എനിക്ക് നിലത്ത് നിന്ന് നല്ലതും ചീത്തയും ലഭിച്ചു. അവ തന്നെ തിരികെ കൊടുത്ത് ഞാൻ അയാളുടെ കടം വീട്ടും. കായൻ, ഏറ്റവും നല്ലതും മനോഹരങ്ങളുമായ ഫലങ്ങളാണ് നാം യഹോവയ്ക്ക് ബലിയർപ്പിക്കേണ്ടത്. പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും പക്ഷിമൃഗാദികളെയും നമുക്ക് വേണ്ടി സൃഷ്ടിച്ച നല്ലവനായ യഹോവയിൽ നാം വിശ്വാസം അർപ്പിക്കുക. കായൻ, നമ്മുടെ എല്ലാ കഷ്ടതകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും യഹോവ നമ്മെ രക്ഷിക്കുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. യഹോവയിൽ വിശ്വാസം അർപ്പിക്കുന്ന നീ ഒരു വിഡ്ഢിയാണ് ആബേൽ. നെറ്റിയിലെ വിയർപ്പൊഴുക്കി അധ്വാനിക്കുന്ന എന്നെ പേടും പതിരും തന്നെ അയാൾ കബളിപ്പിച്ചു. അവ തന്നെ വഴിപാടായി തിരികെ കൊടുത്ത് ഞാൻ അയാളെയും കബളിപ്പിക്കും. കായൻ, ഞാൻ പറയുന്നത് അവിവേകമാണെങ്കിൽ കൊടുക്കണം. നാം പാപം ചെയ്യാതെ യഹോവയുടെ വാക്കുകൾ അനുസരിച്ച് നന്മ ചെയ്ത് ജീവിക്കണം. എന്റെ ബലിയർപ്പണത്തിൽ യഹോവ സംതൃപ്തനാണ്. ഞാൻ മണ്ണിൽ അധ്വാനിക്കുന്നവനാണ്. നിനക്ക് ആടുകളുടെ പിന്നാലെ നടന്നാൽ മതി. ആബേൽ, ഏറ്റവും കൊഴുത്തതും കടിഞ്ഞൂലുമായ ആടിനെ ബലിയർപ്പിക്കുന്ന നീ ഒരു വിഡ്ഢിയാണ്. നല്ല കൊഴുത്ത ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുപോയി അഗ്നിയിൽ എരിച്ചു കളയുക. പോ പോ, കൊണ്ടുപോയി ചുട്. പോ. നിന്റെ ബലിയിൽ നാം സംപ്രീതനായിരിക്കുന്നു. നിന്റെ ആടുമാടുകൾ 1000 വർദ്ധിക്കും. നീ അഭിവൃദ്ധിയിലേക്ക് ഉയരും. ഭൂമിയിലെ കഷ്ടതയിൽ നിന്നും നീ മോചനം പ്രാപിക്കും. കായേൻ, കായേൻ, നീ കോപിക്കുന്നതെന്തിന്? നിന്റെ മുഖം വാടുന്നതെന്തിന്? നീ നന്മ ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ പ്രസാദിക്കുമായിരുന്നു.
നന്മ ചെയ്തില്ലെങ്കിലും പാപം വാതിൽക്കൽ നിൽക്കുന്നു. നന്മയിലൂടെ ജയിച്ച് കീഴടക്കേണ്ടിയിരിക്കുന്നു. കായൻ, യഹോവയുടെ വാക്കുകൾ നാം കേട്ടില്ലേ? അതനുസരിച്ച് അവിടുന്ന് വിശ്വാസം അർപ്പിച്ച് നാം ജീവിക്കണം. ആമേൻ. നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്ന നിന്നെ ഞാൻ നിൽക്കവിടെ. നശിപ്പിക്കും, ഞാൻ നശിപ്പിക്കും, സകലതും ഞാൻ നശിപ്പിക്കും. എന്റെ ആഗ്രഹങ്ങൾ സഫലമാകാൻ പോകുന്നു. ഞാൻ വിതച്ച നരകത്തിന്റെ വിഷവിത്തുകൾ കൊയ്യുവാൻ പാകമായിരിക്കുന്നു. ആബേലിനെ നീ കൊല്ലണം. അവന്റെ രക്തം എനിക്ക് കാണണം. അവന്റെ ചുരുക്കം എനിക്ക് കുടിക്കണം. എന്നെ കൊല്ലരുത് കായൻ. സഹോദരനായ കായൻ, ഞാൻ പറയുന്നത് കേൾക്കൂ. എന്നെ അടിക്കരുത് കായൻ. കായൻ, കായൻ, കായൻ. ഇനി നീ ജീവിച്ചിരിക്കാൻ പാടില്ല. നിന്നെ ഞാൻ കൊല്ലും. യഹോവയിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അയാൾ നിന്നെ രക്ഷിക്കട്ടെ. ഞാൻ വിജയിച്ചിരിക്കുന്നു. നീ പാപം ചെയ്തിരിക്കുന്നു. ഇനി നീ എന്റെ അടിമയാണ്. കായേൻ, കായേൻ, നിന്റെ സഹോദരനായ ആബേൽ എവിടെ? ആബേൽ എവിടെ? എനിക്കറിയില്ല. ഞാൻ അവന്റെ കാവൽക്കാരനാണോ? നീ അവനെ എന്തു ചെയ്തു? നിന്റെ സഹോദരന്റെ രക്തം ഭൂമിയിൽ നിന്നും എന്നോട് നിലവിളിക്കുന്നു. നിന്റെ സഹോദരന്റെ രക്തം ഏറ്റുവാങ്ങുവാൻ വായി തുറന്നിരിക്കുന്ന ഈ ദേശം വിട്ട് നീ പോകണം. നീ കൃഷി ചെയ്യുന്ന നിലം നിനക്കതിന്റെ വീര്യം തരികയില്ല. നീ ഭൂമിയിൽ ഉഴലുന്നവനാകും, ശാപഗ്രസ്തനായി ഉഴലുന്നവനാകും. ഞാൻ ഈ ഭൂമിയിൽ ഉഴലുന്നവനാകും, ശാപഗ്രസ്തനായി ഉഴലുന്നവനാകും. എനിക്കിനി രക്ഷയില്ല. എനിക്കിനി രക്ഷയില്ല. എനിക്കിനി രക്ഷയില്ല. എനിക്കിനി രക്ഷയില്ല. സ്നേഹവും കുടുംബസ്നേഹവും പലപ്പോഴും നഷ്ടപ്പെടുന്ന ഈ പുതിയ കാലത്ത് നാം ഓർക്കുക, തുറന്നുകിടക്കുന്ന പാപമനസ്സുകളിലേക്ക് കടന്നുകയറാൻ സാത്താൻ പതിയിരിക്കുന്നു. അതുകൊണ്ട് സർവനാശത്തിന് വഴിയൊരുക്കാതെ സ്നേഹത്തിന്റെ വിത്തുകൾ പാകി നന്മയുടെ വിളവെടുപ്പിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവതരണത്തിലൂടെ നമ്മെ സന്തോഷിപ്പിച്ച ഇടവക യുവജന സഖ്യത്തിനോടുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ഉന്നത വിജയം കരസ്ഥമാക്കുമ്പോൾ അവരെ അനുമോദിക്കേണ്ടത് നമ്മുടെ കടമയാണ്. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നമ്മുടെ സഖ്യ അംഗങ്ങളെ അനുമോദിക്കുവാനായുള്ള അവസരമാണിത്.
സഖ്യത്തിൻ്റെ മൊമൻറ്റോയും ക്യാഷ് അവാർഡും നൽകുന്നതിനായി യോഗത്തിൻ്റെ അധ്യക്ഷൻ റെവറൻഡ് സന്തോഷ് തോമസ് കശീഷായെ ക്ഷണിക്കുന്നു. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുമാരി ബ്ലെസീന റേച്ചൽ തോമസിനെ ഉപഹാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുമാരി ജസ്ലിൻ മാത്യുവിനെ ഉപഹാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുമാരി സാനിയ സൂസൻ റെജിയെ ഉപഹാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വന്നുചേർന്ന ഏവർക്കും നന്ദി അറിയിക്കുന്നതിനായി യുവജന സഖ്യം സെക്രട്ടറി ശ്രീ അനു തോമസിനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഓരോ ക്രിസ്മസും നമുക്കേവർക്കും ഈ വലിയ സന്ദേശമാണ് പകർന്നു നൽകുന്നത്. നിത്യനായവൻ മർത്യനായി അവതരിച്ച ഈ പുണ്യരാത്രിയെ ഓർമ്മിക്കുന്ന ഈ ദിനങ്ങൾ അമർത്യരുടെ ഭീതിയിൽ അകപ്പെട്ട നമുക്ക് ദിവ്യപ്രകാശത്തിൻ്റെ അരുമ സന്ദേശമാണ് പകർന്നു നൽകുന്നത്. ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും സൗഖ്യത്തിൻ്റെയും അനുഭവം പുതിയ വർഷത്തിൽ നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറെ പരിമിതികളുള്ള ഈ കാലഘട്ടത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഒത്തുചേരുവാനിടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഈ ഒരു പ്രോഗ്രാമിൽ കടന്നു വന്ന് പങ്കാളികളായ ഏവരോടും നന്ദി അറിയിക്കുക എന്നുള്ളതാണല്ലോ. ആദ്യമായി എനിക്ക് നന്ദി അറിയിക്കുവാനുള്ളത് ഈ കരോൾ സന്ധ്യയെങ്കിൽ മുഖ്യ സന്ദേശം നൽകി റാന്നി നിലയ്ക്കൽ ഭദ്രാസനാധിപൻ അഭിമന്യ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനിയോടാണ്. അജഗപാലക ശുശ്രൂഷയിൽ സപ്തതിയുടെ നിറവിലായിരിക്കുന്ന തിരുമേനി തൻ്റെ സ്വതസിദ്ധമായ ചിന്തകൾ കൊണ്ടും വിവിധ പ്രവർത്തനങ്ങളുടെ ആവിഷ്കാര രീതി കൊണ്ടും സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്നു. ഇന്ന് ഈ കരോൾ സന്ധ്യയിൽ ക്രിസ്മസ് സന്ദേശം കൊണ്ട് നമ്മെ ഏവരെയും ധന്യരാക്കിയ തിരുമേനിയോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ സപ്തതിയുടെ എല്ലാവിധ ആശംസകളും ഏവരുടെയും നാമത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി എനിക്ക് നന്ദി അറിയിക്കുവാനുള്ളത് ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന നമ്മുടെ ഇടവക വികാരിയായ റവൽ സന്തോഷ് തോമസ് അച്ഛനോടാണ്. ഈ കോവിഡ് മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ ഇത്തരമൊരു പ്രോഗ്രാം എല്ലാ വർഷത്തെയും പോലെ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് ഒരു ശ്രമകരമായ ഒരു കാര്യമായിരുന്നു. എങ്കിൽ പോലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ ഒരു പ്രോഗ്രാമിന് മുടക്കം വരാതെ നടത്തുവാൻ ഉള്ള അച്ഛൻ്റെ ഒരു അച്ഛനാണ് ഈ ആശയം മുന്നോട്ട് വെക്കുകയുണ്ടായത്. അതുപോലെ തന്നെ ഇന്ന് വരെ ഈ ഒരു സന്ധ്യ വരെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മോട് കൂടെ രാപകലില്ലാതെ അധ്വാനിക്കുകയും ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുകയും വേണ്ട നേതൃത്വം നൽകുകയും അച്ഛൻ ചെയ്തിട്ടുണ്ട്. ഈ അവസരത്തിൽ അച്ഛനോട് ഏറ്റവും സ്നേഹത്തോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തത് എനിക്ക് നന്ദി അറിയിക്കുവാനുള്ളത് ഇന്ന് ഈ സന്ധ്യയെ മനോഹരമാക്കി തീർത്ത കൊയറിനോടാണ്. ഈ സന്ധ്യയെങ്കിൽ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച കൊയറിനോടും അതുപോലെ വേണ്ട നേതൃത്വം നൽകിയ ലീഡറിനോടും ഉള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അടുത്ത എനിക്ക് നന്ദി അറിയിക്കുവാനുള്ളത് ഇടവക ചുമതലക്കാരോടാണ്. അതുപോലെ തന്നെ ഈ ഒരു കരോൾ സന്ധ്യയിൽ വിവിധങ്ങളായ പ്രോഗ്രാമുകളിലൂടെ നമ്മെ ഏവരെയും നമ്മുടെ എല്ലാം കാഴ്ചയെ സുന്ദരമാക്കി തീർത്ത പ്രോഗ്രാമുകൾ ഒന്ന് കട്ട് ചെയ്തേ. ഞാൻ കണ്ടിന്യൂ ചെയ്യുക, കട്ട് ചെയ്യണ്ട. അടുത്തതായി എനിക്ക് നന്ദി അറിയിക്കാനുള്ളത് ഇടവക ചുമതലക്കാരോടാണ്. അതുപോലെ തന്നെ ഈ സന്ധ്യയെങ്കിൽ വിവിധങ്ങളായ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ടവർ, ഇവരോടുമുള്ള നന്ദി ഒറ്റവാക്കിൽ ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അവസാനമായി എനിക്ക് നന്ദി അറിയിക്കുവാനുള്ളത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരായ യുവജന സഖ്യാംഗങ്ങളോടാണ്. ഗ്ലോറിയ 2020 എന്ന ഈ ഒരു പ്രോഗ്രാം വിജയമാക്കി തീർത്ത് ഇതിൻ്റെ അണിയറയിൽ രാപകലില്ലാതെ അധ്വാനിക്കുകയും വേണ്ട നേതൃത്വത്തിനും എല്ലാ കാര്യത്തിനും ചുക്കാൻ പിടിച്ച എല്ലാ യുവജന സഖ്യാംഗങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു.
പുതുവർഷത്തിൽ പുത്തൻ പ്രതീക്ഷകളെയും പ്രത്യാശയും ഒരു വർഷം ഏവർക്കും ആശംസിക്കുകയും അതുപോലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗ്ലോറിയ 2020 എന്ന നമ്മുടെ ഈ ക്രിസ്മസ് കാരൽ നൈറ്റ് പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. മാനവലോകത്തിന് വെളിച്ചമായി അവതരിച്ച യേശുക്രിസ്തുവിൻ്റെ വെളിച്ചം കൈകളിലേന്തി ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും അനുഭവമായി ഈ ക്രിസ്മസ് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് ഏവർക്കും ചേർന്ന് ആലപിക്കാം സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ് എന്ന പുരാതന ഗാനം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പരമപിതാവേ, ഇന്നെന്ന പോലെ ഒരു ദിവസം നീ ഞങ്ങൾക്ക് വേണ്ടി ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പൂജാതനായ ആ വലിയ ദിവസത്തെ സംഭവത്തെ ഓർക്കുന്നതായ നല്ല അവസരത്തിനായിട്ട് കർത്താവേ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളെ വീണ്ടെടുക്കുവാനായി നീ ലോകത്തിലേക്ക് കടന്നു വന്നു. കർത്താവേ, അതിൻ്റെ വലിയ സന്തോഷം ഞങ്ങൾ അനുഭവിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സന്ധ്യയെങ്കിൽ ഇടവകയായി ഞങ്ങൾക്ക് വ്യത്യസ്തമായ ദേശങ്ങളിലിരുന്നു കൊണ്ട് കരോൾ സർവീസിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കിയല്ലോ. ആദിയോടെ അന്തം തിരുസാന്നിധ്യം കൊണ്ട് നിറച്ചല്ലോ. ദൈവമായ കർത്താവേ, ഞങ്ങളിന്ന് കേട്ടതായ വചനവും ഗാനങ്ങളിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചതായ സന്ദേശങ്ങളിലും കർത്താവേ, ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞങ്ങളെ ജീവിപ്പാൻ തക്കവണ്ണം ഒരുക്കുന്നതും തിരുജനനത്തിൻ്റെ സന്ദേശം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തെ പുതുക്കപ്പെടുത്തുന്നതിനും മുഖാന്തരമായി തീരുന്ന ഓർത്ത് സ്തുതിക്കുന്ന കർത്താവേ, ദൈവമായ കർത്താവേ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവിക കൃപ കൊണ്ട് എല്ലാവരെയും ഇവിടുന്ന് നിറയ്ക്കുകയും ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, ദയവോടെ കേൾക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപാനുഗ്രഹങ്ങൾ വാഴുവർ. പ്രിയരെ, നാം എല്ലാവരോടും നമ്മുടെ എല്ലാ ജീവിതങ്ങളോടും കൂടിയിരുന്ന് ഇന്ന് വന്നേക്കും വഴി നടത്തുമാറാകട്ടെ.